ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്ലി ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് വീണ്ടും നിഫ്റ്റി ഉയരങ്ങളിലേക്കാണ് പോയത്. 25,843 ക്ലോസ് ചെയ്തു. 133 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 319 പോയിൻറ്റ്സ് ഉയർന്ന് 58,033 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 59,344 ക്ലോസ് ചെയ്തപ്പോൾ 442 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 83 പോയിൻറ്റ്സ് ഉയർന്ന് 18,206 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് 11.35 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഇന്ന് 411 പോയിൻറ്റ്സ് ഉയർന്ന് 84,363 ക്ലോസ് ചെയ്തിരുന്നത്. നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവ ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 2,485 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII 790 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം FII ബൈങ്ങിലാണ് നിന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി FMCG, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സെക്ടേഴ്സ് എബോവ് 1% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് എബോവ് 2% റാലിയാണെന്ന് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 43 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 27,185 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 35,565 ക്ലോസ് ചെയ്തപ്പോൾ 168 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 33 പോയിൻറ്റ്സ് ഉയർന്ന് 27,505 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 19 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കുറവാണ് കണ്ടതെന്ന് 56,597 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 15,002 ക്ലോസ് ചെയ്തപ്പോൾ 135 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. നിഫ്റ്റി ഇൻഫ്ര 123 പോയിൻറ്റ്സ് ഉയർന്ന് 94,601 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 35,292 ക്ലോസ് ചെയ്തപ്പോൾ 341 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 13 പോയിൻറ്റ്സ് ഉയർന്ന് 1532 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 10,191 ക്ലോസ് ചെയ്തപ്പോൾ 7 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,661 ക്ലോസ് ചെയ്തപ്പോൾ 163 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 186 പോയിൻറ്റ്സ് ഉയർന്ന് 22,439 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്കിൽ നിന്ന് നല്ല റാലി നടത്തത് 2.87% റാലി നടത്തി 219 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 7,857 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 4 പോയിൻറ്റ്സ് ഉയർന്ന് 938 പോയിൻറ്റ്സിലാണ് ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞ് 1,641 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,211 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 കഴിഞ്ഞ 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2024 ഒക്ടോബർ എൻഡിൽ 24,205 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,843 നിൽക്കുമ്പോൾ 6.77% പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ നമുക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,843 നിൽക്കുമ്പോൾ 9.30% പ്രോഫിറ്റാണ് കഴിഞ്ഞ ഓൾമോസ്റ്റ് 10 മാസമായിട്ട് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സിപ്ല 3.90% റാലി നടത്തി. റിലയൻസ് 3.53% റാലി നടത്തി. ശ്രീറാം ഫിനാൻസ് 2.73% റാലി നടത്തി. ബജാജ് ഫിൻസർവ് 2.69% റാലി നടത്തി. ആക്സിസ് ബാങ്ക് 2.15%, ഡോക്ടർ റെഡ്ഡീസ് 2.08%, SBI 2.06%, ഭാരതി എയർടെൽ 1.96%, TCS 1.79% ആൻഡ് ഹിൻഡൽകോ 1.75% റാലിയാണ് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ICICI ബാങ്ക് 3.22% ഫോളോ നടത്തി. JSW സ്റ്റീൽ 1.56%, M&M 1.32%, ഇറ്റേണൽ 1.31%, അദാനി പോർട്സ് 0.84%, പവർ ഗ്രിഡ് 0.53%, HDFC Life 1.50%, ഏഷ്യ മോട്ടോഴ്സ് 0.41%, HUL 0.36% ആൻഡ് നെസ്ല 0.32% ഫോളാണെന്ന് കണ്ടത്. ഇതൊരു ബയോസെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും, അതായത് 21 ഒക്ടോബർ 22 ഒക്ടോബറും ഇന്ത്യയുടെ ട്രേഡിംഗ് ഹോളിഡേ ആണ്. നാളെ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ ഉണ്ട് 21 ഒക്ടോബറിന്, അതായത് ട്യൂസ്ഡേ. മാർക്കറ്റ് നാളെ ഇന്ത്യൻ ടൈം 1:45 മുതൽ 2:45 വരെ ഇന്ത്യയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് പ്രധാനമായിട്ട് ന്യൂസ് അപ്ഡേറ്റ്സ്. മറ്റുള്ള ന്യൂസ് അപ്ഡേറ്റ്സുമായി അടുത്ത ട്രേഡിംഗ് വർക്കിംഗ് ഡേയിൽ കാണാം.
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.